സാധാരണഗതിയിൽ നമ്മളൊരു കാർ എടുക്കുന്ന സമയത്ത് അതിന് കിട്ടാറുള്ള വാറണ്ടി 6 വർഷത്തേക്കാണ്. എന്നാൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റവുമായിട്ടാണ് MG എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ MG4 എന്ന് പറയുന്ന മോഡൽ വാഹന വിപണിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 7 വർഷമായിരുന്നു ഈ വാഹനത്തിൻ്റെ വാറണ്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്കൊന്നും ആ ഒരു സമയത്ത് ഫസ്റ്റ് ഇൻ ഇൻഡസ്ട്രി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ആ ഒരു വാറണ്ടി പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം നമുക്കൊന്ന് സംസാരിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് MGയുടെ പ്രസ് കോൺഫറൻസിലാണ്. ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് MG4നെ കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MG മോട്ടോഴ്സ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയും JSW എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ മാനുഫാക്ചേഴ്സും ലോകത്തിൽ തന്നെ 7th വലിയ മാനുഫാക്ചേഴ്സാണ് സ്റ്റീലിൻ്റെ കാര്യത്തിൽ. സ്റ്റീൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ തമ്മിൽ ടൈപ്പ് ആയിരിക്കുകയാണ്. ഇനി മുതൽ JSW MG മോട്ടോഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിലാണ് ഇനി മുതൽ MG എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അറിയപ്പെടുക. നമുക്കറിയാം MG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1924 മുതൽ വാഹന വിപണിയിൽ സജീവമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. UK ജന്മം കൊണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും MG4ലേക്ക് വരുന്ന സമയത്ത് UK കാർ ഓഫ് ദി ഇയർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു മോഡലാണ്. ഒരുപാട് അവാർഡുകൾ ഇതിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സവിശേഷതയാണ്. പക്ഷേ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നിയൊരു മോഡൽ കൂടി കേട്ടോ. കാരണം ഒരു കോമ്പാക്റ്റ് ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. അതിൻ്റെ DRL നോക്കിയാൽ ശരിക്കും ഈ നഖം അല്ലെങ്കിൽ പല്ലൊക്കെ പോലെ ഇങ്ങനെ നല്ല രസമായിട്ട് കൊടുത്തു. അതിനകത്ത് നമുക്ക് പ്രൊജക്ടർ LED ഹെഡ് ലാമ്പുകൾ കാണാം. സായിക് വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം MG മോട്ടോഴ്സ് സായിക് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഭാഗമാണ്. അതിനിവിടെ നമുക്കൊരു ഡിസൈൻ എലമെൻറ്റ് കാണാം. അത് ശരിക്കും ഡിസൈനാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തെങ്കിൽ നന്നായിരുന്നു തോന്നിപ്പോയി. പക്ഷേ നല്ല രസമുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കാണാം. ഈ ബോഡി കളർ, അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ഇത് സാധാരണഗതിയിൽ നമ്മളിവിടെ കാണാറുള്ളത് എപ്പോഴും ഒരു ഗ്ലോസി ഫിനിഷാണ്. ഇതിനകത്തൊരു മാറ്റ് കളർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ ഭാഗം ഇത് കാണാം. അത് പൂർണ്ണമായിട്ടും ഇലക്ട്രിക് ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ആ ഗ്രീൻ നമ്പർ പ്ലേറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതൊരു ഫുള്ളി ഇലക്ട്രിക് വാഹനമാണ് എന്നുള്ളതാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് 17 ഇഞ്ച് വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. 18 വെക്കാനുള്ളൊരു സ്പേസും നമുക്ക് അവിടെ കാണുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ബോഡി ക്യാരക്ടർ ലൈനുകളൊക്കെ നല്ല രസമുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ശരിക്കും ഈ ഒരു ബ്ലാക്ക് ഭാഗം കാണുന്നത് പൂർണ്ണമായിട്ടും ബ്ലാക്ക് അല്ല. ഇതിനകത്ത് 2 ടൈപ്പ് മെറ്റീരിയൽ കാണാം. ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു മാറ്റ് ഫിനിഷ് പോലെ. അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊരു ഗ്ലോസി ടൈപ്പാണ്. അതിൻ്റെ ഇടയിലൂടെ ഒരു കാർബൺ ഫൈബർ പോലത്തെ ഒരു എലമെൻറ്റ്. ശരിക്കും കാർബൺ ഫൈബർ അല്ല, കാർബൺ ഫൈബർ ഡിപ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ ആ ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത്. ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ്, അതിനകത്ത് റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു പാറ്റേണും നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പാറ്റേൺ ശരിക്കും ചെന്ന് കയറുന്നത് ഇതിൻ്റെ ടെയിൽ ലാമ്പിലേക്കാണ് എന്ന് പറയാം. ടെയിൽ ലാമ്പ് ശരിക്കും അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ഇത് ശരിക്കും ഒരു സൈഡ് ലാമ്പ് പോലത്തെ ഒരു ഫീലിലാണ് ക്രമീകരിച്ചത്. കാരണം ടൈലിലേക്ക് കുറച്ചേ ഉള്ളൂ, ഇങ്ങോട്ട് കയറി നിൽക്കുന്നു ഇവിടെ ഒരു ഇത്. അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ അതൊരു ടൈൽ ലാമ്പിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ ഇങ്ങോട്ട് കയറി നിൽക്കുന്ന തരത്തിൽ ശരിക്കും ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു സാധനം. ഒരു എന്താ പറയുക, നമ്മളൊരു കോൺസെപ്റ്റ് കാറിലൊക്കെ കാണുന്ന തരത്തിലാണ് എനിക്കത് പെട്ടെന്ന് തോന്നിയത്. അതുപോലെ ഈ ഭാഗത്ത് ഇവിടെയാണ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് സ്റ്റോപ്പ് ലാമ്പ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. MG4 ഇലക്ട്രിക് എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് സ്പോയിലേഴ്സ് കാണാം. ഒന്ന് ഇത് നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഈ ഒരു ഭാഗം, ഇത് ശരിക്കും ഒരു സ്പോയിലർ പോലെയാണ് ക്രമീകരിച്ചിട്ടുണ്ടോ, ഒരു ബ്ലാക്ക് എലമെൻറ്റിൽ. ഇത് ശരിക്കും മുകളിൽ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു സ്പോയിലർ എന്നുള്ള മൈൻഡിൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതേപോലെ ഇവിടെയും നമുക്കൊരു സ്പോയിലർ, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. ശരിക്കും സ്പോയിലർ എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷേ ആ ഒരു സ്പോയിലർ ടൈപ്പ് ഓഫ് ഡിസൈൻ അതും നല്ല ഭംഗിയാണ്. ശരിക്കും ഈ ഒരു ഭാഗം മാത്രം കൊടുത്തിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു തോന്നി. ഇത് രസമില്ല എന്നല്ല, പക്ഷേ ഒരു യുണീക്ക്നെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. റിയർ വൈപ്പറോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഡീഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലാമ്പ് യൂണിറ്റിൻ്റെ ഭാഗവും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. നൈസ്. ഇനി ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ഓപ്പൺ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അതായത് ഈ സ്പോയിലർ പോലെയെന്ന് നമ്മൾ പറഞ്ഞ ഇതടക്കം ഓപ്പൺ ആയിട്ടാണ് പോകുന്നത്. 385 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനകത്തുള്ള. ലൈറ്റ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് കാണില്ല. ഇനി ഇതിന് താഴ്ഭാഗത്തൊരു ചെറിയ സ്പാനറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പാർസൽ ട്രേ കാണാം. മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈൽ ഗേറ്റാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരാം. ഇൻറ്റീരിയർ കണ്ട സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഒരു മോഡേൺ ഇൻറ്റീരിയർ എന്നുള്ളൊരു തോന്നലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റർ കൺസോളൊന്നും നമുക്ക് കാണുന്നില്ലാത്ത തരത്തിലാണ് അതിന് ക്രമീകരിച്ചത്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ലൈറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളതുകൊണ്ടാണ്. എനിവേ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, ഡോർ സൈഡിൽ നിന്ന്. ശരിക്കും ഡോർ സൈഡിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇതൊരു സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയലാണ്, പക്ഷേ ലെതർ അല്ല. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ലെതറാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ആവുന്ന സമയത്ത് ഒരു ചെറിയ വ്യത്യാസം ഫീൽ ചെയ്യും. അതിനവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊന്നും പിയാനോ ബ്ലാക്ക് അല്ല, ഒരു
പ്ലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ലെതറാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ളി ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ തീമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സീറ്റുകൾ കാര്യങ്ങളൊക്കെ മാനുവലി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫാബ്രിക് അപ്പോൾസ്ട്രിയാണ് സീറ്റിനകത്തേക്ക് കൊടുത്തേക്കുന്നത്. അത് ലെതറാക്കാമായിരുന്നു എന്ന് തോന്നി, പക്ഷേ കുഴപ്പമില്ല, നൈസ്. ഇരുന്ന് നോക്കാം, ഇരുന്നിട്ട് ഞാൻ പറയാം ബാക്കി. കൊള്ളാം, കുഴപ്പമൊന്നുമില്ലാത്തൊരു കുഷ്യനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നൈസ്. സ്റ്റിയറിംഗ് വീല് നല്ല രസമുണ്ട്. ഞാൻ ഈ ഫോൺ പിടിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിയറിംഗ് വീല് ശരിക്കും ഒരു ടി ഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ എംറ്റി ആണ്. ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസൊക്കെ നോക്കിയാൽ ഇത് ശരിക്കും നമ്മൾ പണ്ട് എവിടെയോ കണ്ട് ശീലിച്ച ഒരു ബട്ടൺ സ്റ്റൈലിൻ്റെ പാറ്റേൺ ആണ്. രസമായിട്ട് തോന്നി. അപ്പോൾ അതിന് വളരെ ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. സ്മാർട്ട് കീസ് നോട്ട് ഡിറ്റക്റ്റഡ്. ജസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ഇട്ടതുകൊണ്ട് തന്നെ അതിനകത്ത് കീ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ സ്പോയിലർ കാണിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ കാണുന്ന സമയത്ത് നല്ലതായിരിക്കും. ഓക്കെ, അടിപൊളി. അതുപോലെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ AC വെൻറ്റ്, ഒരു ഫ്ലാറ്റ് ടൈപ്പ്ഡ് ആയിട്ടുള്ള AC വെൻറ്റുകളാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ കാണാം. അതിൻ്റെ താഴ്ഭാഗത്താണ് കൺട്രോൾ യൂണിറ്റുകൾ. ഇതൊക്കെ ശരിക്കണ്ടോ പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് ബാറ്ററി പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ കാണാം. 450 കിലോമീറ്റർ ദൂരമാണ് ഇതിട്ട് ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ പറ്റുക. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു വയർലെസ് ചാർജിങ് പോർട്ട് പോലത്തെ ഒരു ഭാഗമാണ്. പക്ഷേ വയർലെസ് ചാർജിങ് യൂണിറ്റ് അല്ല കേട്ടോ. ശരിക്കും മൊബൈൽ ഫോൺ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ 2 ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കേബിൾ ഇതിലൂടെ ഇട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ അത് എത്രമാത്രം പ്രാക്ടിക്കലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ആ ചാർജിൻ്റെ തുമ്പ് ഇതിനുള്ളിലൂടെ പോകില്ല. അതുപോലെ ഇവിടെ നമ്മുടെ ഡ്രൈവ് മോഡ് സെലക്ടർ കാര്യങ്ങൾ കാണാം. ശരിക്കും ഒരു റോട്ടറി സ്വിച്ച് പോലെയാണ് ക്രമീകരിച്ചുള്ളത്. പവർ ബ്രേക്കിൻ്റെ ഭാഗം കാണാം. ഇത് ശരിക്കും ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ് ഈ ഒരു ഏരിയ മൊത്തം നിൽക്കുന്നത്. അതിനകത്തൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും സിൽവർ ടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഏരിയ കാലിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സെൻട്രൽ കൺസോൾ കാണാനില്ല എന്നുള്ളൊരു കാര്യം. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കാണാം. ഈ കപ്പ് ഹോൾഡറിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം വെക്കുമ്പോൾ ഉണ്ടാവും, വെക്കാനും എടുക്കുമ്പോൾ ഇവിടെ തട്ടാൻ സാധ്യതയുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇത് ഇങ്ങനെ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ചെറിയ ഫയൽ പോക്കറ്റ് കാണാം. ചെറിയ കുഞ്ഞ് ഫയൽസൊക്കെ ഉള്ളത്, പേപ്പർ ടിക്കറ്റ് ഹോൾഡേഴ്സ് എന്ന് പറയാം. അതുപോലെ ആംബ്രസ്റ്റ്, ഇത് ലെതറാട്ടോ ആംബ്രസ്റ്റ്. അതുപോലെ അതിന് താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ AC വെൻറ്റുകൾ ഇതിനകത്ത് ചുറ്റിലും ഇങ്ങനെ കറങ്ങി നിൽക്കുന്നു. അതേപോലെ ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ്. നൈസ്. ഇതൊരു ലെതറാണെന്ന് ഞാൻ പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു ഒരു ഡാഷ് ബോർഡ് എന്ന് പറയാം. മൊത്തത്തിൽ കാണുന്ന സമയത്ത് നൈസാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയർ എന്ന് തന്നെ പറയാം. ഭയങ്കര സിമ്പിളാണ്, കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. തൈ സപ്പോർട്ടും ഓക്കെയാണ്. കാലൊക്കെ സ്ട്രെച്ച് ചെയ്ത് വെച്ച് ഇരിക്കാൻ പറ്റുന്നുണ്ട്. തൈ സപ്പോർട്ട് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട്. കാരണം ഞാനൊരു 6 അടിക്കാരനാണ് എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നില്ല. ലെഗ് റൂമും കാര്യങ്ങളും 4 വിരലിൽ കൂടുതലുണ്ട്. ഹെഡ് റൂമും നമുക്കൊരു 5 വിരലിൽ കൂടുതലുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടും നമുക്ക് ഈ ഒരു വാഹനം തോന്നുന്നു എന്നുള്ളതാണ്. ബാക്കിൽ നമുക്കൊരു ആംബ്രസ്റ്റ് മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ കപ്പ് ഹോൾഡറും നമുക്ക് ഇതിനകത്ത് കണ്ടില്ല. 2 ഹെഡ് റെസ്റ്റുകളാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു ഹെഡ് റെസ്റ്റും മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. സെൻട്രൽ ടണലോ കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. എന്നാൽ ഇവിടെ ചാർജിങ് പോക്കറ്റും ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നൈസ്. സംഭവം നല്ല സ്ഥലമുള്ള വണ്ടി കേട്ടോ. ഇനി ഈ വാഹനത്തിൻ്റെ ഹുഡ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് സ്പേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2 തരത്തിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 51 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കും, അതേപോലെ തന്നെ ഒന്ന് 64 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കും. ലോങ് റേഞ്ച് അനുസരിച്ച് വ്യത്യാസം. 450 കിലോമീറ്ററാണ് ഒറ്റ ചാർജിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. പലതരത്തിൽ ചാർജ് ചെയ്തെടുക്കാം. 2.2 കിലോ വാട്ട് അവർ മുതൽ 7 വരെയുള്ള അത്യാവശ്യം കിലോ വാട്ട് അവർ ബാറ്ററി ചാർജിങ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്കിത് ചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. 170 PS പവർ ആയിരുന്നു ആദ്യം ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 203 HP പവർ അപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ 30 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്നാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു 30 ലക്ഷം രൂപക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കിടിലൻ കോമ്പാക്റ്റ് വാഹനമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ MG4 ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റീവായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവർ അത്യാവശ്യം നല്ല വിറ്റുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇതാണ് MG4. വിദൂരമല്ലാത്ത ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നെക്സ്റ്റ് അനൗൺസ്മെൻറ്റ് MG4 തന്നെയായിരിക്കും MGയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ JSW ഏറ്റെടുത്തതിന് ശേഷം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എല്ലാ 6 മാസം കൂടുമ്പോഴും പുതിയ പുതിയ വണ്ടികൾ നമ്മൾ വിപണിയിൽ ഇറക്കും. അടുത്ത മാരുതിയാണ്, അടുത്ത അറീനോ കോൺസെപ്റ്റാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അത് എത്രമാത്രം സക്സസ് ആവും, അത്രമാത്രം ഇതാവും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം MG4 ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അത് ഏതൊരു സെഗ്മെൻറ്റിൽ മീറ്റ് ആവും, എത്ര ആളുകൾ വാങ്ങും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരെ ചെറിയൊരു ബ്രേക്ക്.